ആലപ്പുഴയിലെ പെരുമ്പളം ദ്വീപ് നിവാസികളുടെ തലമുറകളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ട് പെരുമ്പളം പാലം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ച സംസ്ഥാനത്തെ ഏറ്റവും നീളമേറിയ പാലമാണ് പെരുമ്പളം പാലം. ഇത് തുറന്നു നൽകുന്നതോടെ 4 വശവും വേമ്പനാട് കായലിനാൽ ചുറ്റപ്പെട്ട പെരുമ്പളം ദ്വീപ് നിവാസികളുടെ പതിറ്റാണ്ടുകൾ നീണ്ട യാത്രാ ദുരിതത്തിനാണ് അറുതിയാകുന്നത്. 2016-17 സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ 100 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ പങ്കുവെക്കും. ശരണ്യ, പെരുമ്പളം പലപ്പോഴും ഒറ്റപ്പെട്ട ഒരു ദ്വീപായിരുന്നു. ഇപ്പോൾ പെരുമ്പളത്തിനും യാത്രാ സൗകര്യമാകുന്നു. വലിയ വികസനമാണ് ആ മേഖലയിൽ. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, പെരുമ്പളം നിവാസികളുടെ ഒരു ചിരകാല സ്വപ്നമാണ് ഇന്ന് സാക്ഷാത്കാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മൾക്ക് പിന്നിലായി കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് പോലെ അതിമനോഹരമായ ഒരു പാലം പെരുമ്പളം നിവാസികൾക്കായി ഒരുക്കിയിരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പെരുമ്പളം പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ചെറു ദ്വീപാണ് പെരുമ്പളം. ആ പെരുമ്പളത്തുള്ള ഏകദേശം 12,000-ഓളം മാത്രമേ അവിടുത്തെ ജനസംഖ്യ വരുന്നുള്ളൂ എന്നുള്ളതാണ്. അത്രയും വരുന്ന ആ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പാലം. ഒരുപാട് കാലത്തെ ഒരു ആവശ്യമായിരുന്നെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ അത് സാധ്യമായിരിക്കുന്നു എന്നുള്ളതാണ്. 100 കോടി രൂപയ്ക്ക് മേൽ ചെലവഴിച്ച് കിഫ്ബിയിലൂടെയാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ ഒരു പാലം നിർമ്മാണം ഉണ്ടായിട്ടുള്ളത്. നമ്മളെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഇത് മഴവില്ലിന്റെ വർണ്ണങ്ങൾ വിരിയിച്ചിട്ടുള്ള ആകാശ ദൃശ്യമൊക്കെ വളരെ മനോഹരമാണ് പെരുമ്പളം പാലത്തിന്റേത്. അത്രമേൽ മനോഹരമായ ഒരു നിർമ്മിതി ഇവിടെ ഒരുക്കിയിരിക്കുന്നു. അത് കേവലം ഒരു പാലത്തിനപ്പുറം മനോഹരമായ ഒരു നിർമ്മിതിയാക്കിയത് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പെരുമ്പളം നിവാസികളുടെ ഒരു ജീവിതം തന്നെയായിരുന്നു. അതായത് 9 മണി കഴിഞ്ഞാൽ പിന്നെ പൊതു ജലഗതാഗത സൗകര്യങ്ങളൊന്നും തന്നെ അവർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് 9 മണിക്ക് ശേഷം ഒരു തുരുത്തിലകപ്പെട്ട മനുഷ്യരുടെ ഒരു അവസ്ഥയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി അവർക്ക് എപ്പോൾ വേണമെങ്കിലും പുറം ലോകത്തേക്ക് എത്താൻ കഴിയുന്ന രീതിയിലേക്ക് സംവിധാനങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷാവഹം. ഒരുപാട് ആളുകൾ ഒരുപക്ഷെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കേണ്ട ജോലികൾക്കൊന്നും പോകാൻ കഴിയാത്തൊരവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ആരോഗ്യകരമായ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ജീവിതം ദുരിതത്തിലായി പോകുന്ന ഒരവസ്ഥ. ഒപ്പം കടൽക്ഷോഭം അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് ഇത്തരത്തിൽ മനോഹരമായ ഒരു നിർമ്മിതി ഉണ്ടായിരിക്കുന്നത്. മത്സ്യബന്ധനം ഒക്കെ നടത്തി ജീവിക്കുന്ന ആളുകൾ, ഒപ്പം തന്നെ ദ്വീപിന് നല്ല ഒരു ടൂറിസം സാധ്യതയും ഒക്കെ ഉണ്ടായിരുന്നു. അത്തരം സാധ്യതകളെയൊക്കെ ഇനി പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഒരു നിർമ്മാണം മാറുന്നു എന്നുള്ളതാണ്. അതിനൊക്കെ അപ്പുറം മനുഷ്യരുടെ സഞ്ചാരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ സഞ്ചാരം പാത ഒരുക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യം തന്നെയാണ്. എന്തായാലും പെരുമ്പളത്തുള്ള ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. 9 മണിക്ക് ശേഷം അകത്തേക്ക് പോകുന്ന ആളുകളായിരുന്നു അല്ലേ നിങ്ങള്? ഇപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണം? സ്വാതന്ത്ര്യത്തിന്റെ ഒരു ചിറവ് കൂടിയാണ് അല്ലേ? പെരുമ്പളക്കാർ ഇവിടെ ഇല്ലേ? നിങ്ങൾ അപ്പുറക്കാരാണോ? ആണ്. എന്റെ അരുക്കുറ്റിയാണ് അല്ലേ? ശരിക്കും പറഞ്ഞ എന്തായിരുന്നു അപ്പുറത്തുള്ളവരുടെ ഒരു അവസ്ഥ? അപ്പുറത്തുള്ളവര് വളരെ ഒരു യാത്ര രോഗികളുണ്ടെങ്കിൽ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട്. ഉത്സവമാണ് അപ്പുറത്തല്ലേ? അതാണ് ശരിയാണ്. കാരണം നേരത്തെ ആരൊക്കെ സൂചിപ്പിക്കുന്നത് കേട്ടോ, അത് അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങോട്ട് എത്തിക്കാൻ ഭയങ്കര പാടാണ്. വഞ്ചിക്കൊക്കെ കൊണ്ടുവന്നത് ഫസ്റ്റ് വഞ്ചിയൊക്കെ, അതിനുശേഷം ബോട്ടായി. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആൾക്കാരാണ്. കടൽക്ഷോഭമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ പറയുന്നത് പിന്നെ ഈ ചെറുവള്ളങ്ങളിലാണ് കൂടുതലും യാത്രയൊക്കെ അല്ലെ? ആദ്യ കാലഘട്ടത്തിൽ. അതിനുശേഷം ഇപ്പൊ ജങ്കാറ് ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട്. നമ്മൾക്ക് 9 മണി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ഈ വള്ളങ്ങളൊക്കെ ആശ്രയിക്കേണ്ടി വരും. 9 മണി കഴിഞ്ഞാൽ വള്ളങ്ങളൊന്നും ഉണ്ടാകാറില്ല. വീടുകളിലൊക്കെ ഇങ്ങനെ മത്സ്യബന്ധനം നടത്തുന്ന ആളുകളൊക്കെ വീടുകളിലൊക്കെ ചെറുവള്ളങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളും അവരും തമ്മിലൊരു കണക്ഷനായി. ഞങ്ങള് സ്ഥിരം നടപ്പുകാരാ. പാലത്തിന്റെ ആദ്യം തൊട്ട് നടപ്പുകാരാണ്. അതാണ് ചെറിയ ചെറിയ വാർഡുകളാണ് അവിടെ ഉള്ളത്. ഏകദേശം ഒരു വാർഡിൽ ഏകദേശം 500ഓളം ആളുകളുള്ള ഒരു ഈ പഞ്ചായത്ത് കൂടിയാണ്. ഏറ്റവും ചെറിയ പഞ്ചായത്തുകളിലൊന്നും കൂടിയാണ് എന്ന് പറയാം. 500ഓളം പേരൊക്കെ ഉള്ളൂ വാർഡുകളിൽ ഉള്ളത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ സംസാരിച്ചത് ഇവിടെ വഴുതലക്കാരോടാണ് സംസാരിച്ചത്. അപ്പുറത്ത് പെരുമ്പളംകാരുണ്ട്, അവരോട് സംസാരിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും നമ്മൾ പാലത്തിന് ഒരറ്റത്തേ ആയിട്ടുള്ളൂ. അപ്പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് അടുത്ത മണിക്കൂറുകളിലൊക്കെ ഈ മറ്റാളുകളെയും ഒക്കെ, അതായത് പെരുമ്പളം നിവാസികളെയും ഒക്കെ നമുക്ക്
നമുക്ക് കാണിക്കാം. കഴിഞ്ഞ ദിവസം ആദ്യമായി ഈ പാലത്തിലൂടെ ആദ്യമായി ഒരു കുഞ്ഞ് നവജാത ശിശുവിനെ കടത്തിക്കൊണ്ട് പോയിരുന്നു. കാരണം ഉദ്ഘാടനം നടത്തുന്നതിന് മുമ്പ് അത്തരത്തിൽ ഒരു യാത്ര അനുവദിക്കില്ല. പക്ഷേ അന്ന് പ്രത്യേകമായി ഒരു അനുമതി നൽകിക്കൊണ്ട് ആദ്യമായി ഒരു VIP എന്ന പോലെ ഒരു നവജാത ശിശുവാണ് ഇതിലെ കടന്നുപോയത്. എന്തായാലും ഇന്നിപ്പോ നമ്മളിപ്പോ കാണുന്നത് അരുക്കുറ്റി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, അങ്ങനെ ആഴ്ചകളായിട്ട് ഒരു വലിയ ആഘോഷം പോലെയാണ് ഇവിടെ ഈ പാലം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു വലിയ ആഘോഷത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. രഞ്ജിത്ത്, പെരുമ്പളം ദ്വീപ് നിവാസികളുടെ കാത്തിരിപ്പിന് അവസാനമാകുന്നു. അവരുടെ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം അവർക്ക് പുറം ലോകവുമായുള്ള ബന്ധമുണ്ടായിരുന്നില്ല. അതിന് ഒരു അവസാനമാകുന്നു. അവർക്ക് വലിയൊരു പാലം യാഥാർത്ഥ്യമാകുമ്പോൾ ചിരകാല സ്വപ്നം കൂടിയാണ് പൂവണിയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.